ഇത് കിഫ്ബിയുടെ ഫണ്ടാണെന്നും പറയുന്നു. അതല്ലാതെ ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പണിത കെട്ടിടമാണെന്നും പറഞ്ഞു. ഏതായാലും 14 കോടി രൂപ മുടക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്ന യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും പണിത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിങ്ങിലില്ല. പക്ഷേ ഈ 14 കോടി രൂപ മുടക്കിയിട്ട് 2 ഹാള് മാത്രമാണ് നിലവിൽ ഉള്ളത്. ഒരു 10 കോടി രൂപ അനുസരിച്ച് ദേവസ്വം ബോർഡ് നഷ്ടം വന്നിരിക്കും. ഇതാരും പറയുന്നില്ല. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അടിയന്തര പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഉദ്ഘാടനമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതേത് നിർമ്മാണ കമ്പനിയാണോ ഇത് ഏറ്റെടുത്തത് അവരുടെ കയ്യിലാണിത്. നമസ്കാരം. ശബരിമല തീർത്ഥാടകർക്കായി കഴിഞ്ഞ LDF സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തായാണ് കെട്ടിട സമുച്ചയം ബഹുനില മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഭക്തർക്ക് വിരിവെക്കുന്നതിനും ഇവിടെ എത്തുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുമായുള്ള സൗകര്യം ഒരുക്കുന്നതിനായാണ് ഇത്തരത്തിൽ ബഹുനില മന്ദിരം നിർമ്മിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവൻ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെയും കെട്ടിടം തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കെട്ടിടത്തിലേക്ക് ഇപ്പോഴും വൈദ്യുതി ബന്ധം എത്തിക്കുവാൻ സാധിച്ചിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഷെൽട്ടർ ഉൾപ്പെടെയുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 6 വർഷക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടും ഈ കെട്ടിടം പൂർത്തിയാക്കി ശബരിമല തീർത്ഥാടകർക്കോ ഭക്തജനങ്ങൾക്കോ പ്രയോജനകരമാകുന്ന രീതിയിൽ തുറന്നു നൽകുന്നില്ല എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ അന്നത്തെ സർക്കാർ ശബരിമല തീർത്ഥാടകർക്കായി 14 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ ദേവസ്വം ബോർഡിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ്. കിഫ്ബി പദ്ധതിയിൽ വായ്പയെടുത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് എങ്കിൽ ഇതിൻ്റെ ബാധ്യത ദേവസ്വം ബോർഡിന് ആണ് വരിക. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് ഈ തുക എങ്ങനെ അടയ്ക്കും എന്നതൊരു ചോദ്യചിഹ്നമായി മാറുന്നു. 2.5 മാസക്കാലമാണ് ഇനിയും ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാനുള്ളത്. അതിനു മുൻപ് അയ്യപ്പ ഭക്തർക്കായി കെട്ടിടം തുറന്നു കൊടുക്കുമോ എന്നറിയുന്നതിനായി ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഈ കെട്ടിടം സന്ദർശിക്കുകയും ഈ കെട്ടിടത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ പരിശോധിച്ച് നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലമായി അയ്യപ്പ ഭക്തർക്ക് ഈ കെട്ടിടം തുറന്നു നൽകാത്തതിൽ അയ്യപ്പ ഭക്ത സംഘടനകളും വ്യാപക പ്രതിഷേധത്തിലാണ്. 2021 അന്നത്തെ ദേവസ്വം മിനിസ്റ്ററായിരുന്ന K രാധാകൃഷ്ണൻ തറക്കല്ലിട്ട ബിൽഡിങ്ങാണ് നമ്മളുടെ ഈ പുറയിൽ കാണുന്നത്. ഇത് കിഫ്ബിയുടെ ഫണ്ടാണെന്നും പറയുന്നു. അതല്ലാതെ ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പണിത കെട്ടിടമാണെന്നും പറഞ്ഞു. ഏതായാലും 14 കോടി രൂപ മുടക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്ന യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ പണിത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിങ്ങിലില്ല. അന്ന് ഇവിടുത്തെ കോൺഫറൻസിൽ വെച്ച് പറഞ്ഞത് ഇതിവിടെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഗസ്റ്റ് ഹൗസ് ഇതെല്ലാം ഉൾപ്പെടെയാണ് പറഞ്ഞിരുന്നത്. അതാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ 14 കോടി രൂപ മുടക്കിയിട്ട് 2 ഹാള് മാത്രമാണ് നിലവിൽ ഉള്ളത്. ഇതിൻ്റെ മുകൾ ഹാളിനെ നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം. ഇതിൻ്റെ മുകൾ ഹാളിൽ യാതൊരുവിധ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിലവിൽ റൂഫിങ്, അത് ഷീറ്റ് സീലിംഗ് ഇല്ല. അപ്പോൾ ഈ മറ്റ് പക്ഷികളെല്ലാം വന്ന് പ്രാവിൻ എല്ലാം വന്ന് കാഷ്ടമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിൽ ഒരു പരിപാടി നടത്താനുള്ള സംവിധാനം നിലവിൽ ഇല്ല. ഇത് 14 കോടി രൂപയ്ക്ക് ഇത് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 10 കോടി രൂപ അടുത്ത് ദേവസ്വം ബോർഡിന് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു 3 ഷെൽട്ടറുകൾ ഉണ്ടായിരുന്നു. അത് ശബരിമല മണ്ഡലമലയുള്ള കാലഘട്ടത്തിൽ അത് അയ്യഭക്തന്മാർക്ക് വിരി വെക്കുവാൻ വേണ്ടി 10, 20, 30 ലക്ഷം രൂപയ്ക്കായിരുന്നു അത് ടെൻഡർ പിടിച്ചത്. ആ ഒരു നഷ്ടം. കല്യാണങ്ങൾ നടന്നിരുന്ന ഷെൽട്ടറുകളായിരുന്നു, അതിൻ്റെ ഒരു വരുമാന നഷ്ടം. ഇത് നേരെ, അതായത് ഈ സംഭവങ്ങൾ പൊളിച്ചു മാറ്റിയപ്പോൾ ഇത് കൊണ്ട് ഇടാൻ ഈ കിഫ്ബിയുടെ കമ്പനിക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഈ തോടിൻ്റെ അങ്ങക്കരയിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഏറ്റെടുത്തു. ആ ഗ്രൗണ്ട് ഏറ്റെടുത്തപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ വരുമാനം ദേവസ്വം ബോർഡ് കുറഞ്ഞു. അവിടെ 8-10 കടയുണ്ടായിരുന്നു. ആ കട കൊടുക്കുവാൻ വേണ്ടി സാധിച്ചില്ല. നിലവിൽ ഇത്രയും വർഷത്തെ കണക്ക് വരുമ്പോൾ ഒരു 10 കോടി രൂപ അനുസരിച്ച് ഉദ്യോഗസ്ഥർ താമസം വന്നു. ഉദ്യോഗസ്ഥർക്ക് ഇതിന് താഴത്തെ ലൈനിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും VIP വരുവാണെങ്കിൽ അവർക്ക് താമസിക്കുവാൻ വേണ്ടി AC റൂം സഹിതം ഉണ്ടായിരുന്നു. 20 റൂമുകളുണ്ടായിരുന്നു. അത് മൊത്തം പൊളിച്ചു കളഞ്ഞു. നിലവിൽ 2021 മുതൽ ഇന്നേ നാൾ വരെ ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി എത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും
ദേവസ്വം ബോർഡ് ലക്ഷങ്ങൾ മുടക്കി ഹോട്ടലുകളിൽ റൂം എടുത്തു കൊടുക്കുക. അപ്പം നിലവിൽ ഇതെല്ലാം കൂടെ ഈ 5-6 വർഷത്തെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 10 കോടി രൂപ അനുസരിച്ച് ദേവസ്വം ബോർഡ് നഷ്ടം വന്നിരിക്കുകയാണ്. ഇതാരും പറയുന്നില്ല. പകരം ഈ 14 കോടി രൂപയുടെ ബിൽഡിംഗ് പണിത് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അത് നല്ല രീതിയിൽ പണിതിട്ടുമുണ്ട്, അതുമില്ല. നിലവിൽ ഈ 6 വർഷമായിട്ട് എരുമേലി അമ്പലത്തിൽ അയ്യഭക്തന്മാർ ആരും ഹൈന്ദവ വിശ്വാസികളുടെ ആരുടെയും മക്കളുടെ എല്ലാവരും കല്യാണം നടന്നിട്ടില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല. ഇത് അയ്യഭക്തന്മാർക്ക് 6 വർഷമായിട്ട് അയ്യഭക്തന്മാർ ഇവിടെ വിരിവെക്കുന്നത് വളരെ കഷ്ടപ്പെട്ട. ഒരു മഴ വന്നാലും ചെയ്യാൻ പറ്റും, ഒന്നുമില്ല. അതിനും തീരുമാനമായിട്ടില്ല. ഈ പ്രാവശ്യവും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ആകെയുള്ള നമുക്കൊരാശ്വാസം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ പല കാര്യങ്ങളിലും ഇടപെടുന്നതുകൊണ്ട് അങ്ങനൊരു നീക്കം ഉണ്ടാകുന്നത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം. അതല്ലാതെ ദേവസ്വം ബോർഡിനോട് മരാമത്താണ് ഇത് ചെയ്യേണ്ടത്. മരാമത്തിനോട് കൈമലത്ത് കണക്ക് അവർക്കറിയില്ല, ഇതിൻ്റെ പേപ്പറുകളില്ല, ഇതെന്താണ് ഇതിൻ്റെ തീരുമാനമെന്ന് അവർക്കറിയില്ല. അവർ പറയുന്നത് ഗവൺമെൻറ് ചെയ്യുന്നതാണ്. മുൻ മന്ത്രി ഉദ്ഘാടനം നടത്തിയത് അത് ഈ ഇലക്ഷന് മുമ്പ് അന്ന് ഞങ്ങൾ ചോദിച്ചതിൻ്റെ ആവശ്യകത ചോദിച്ചു. അന്ന് ഞങ്ങൾ പലതും ഇവിടുത്തെ MLA ചൂണ്ടിക്കാണിച്ചു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ട്. നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ പല ബീമുകളൊക്കെ വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കുന്നത്, അതെല്ലാം നമ്മൾ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അടിയന്തര പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഉദ്ഘാടനമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതേത് നിർമ്മാണ കമ്പനിയാണോ ഇത് ഏറ്റെടുത്തത് അവരുടെ കയ്യിലാണിത്. ഇതിന് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര മാസമായെന്നറിയും, കിട്ടിയിട്ടില്ല. ഡൽഹി ആസ്ഥാനമായ ഈശ്വർ സിംഗ് കമ്പനിയാണ് കെട്ടിടം നിർമ്മാണം ഏറ്റെടുത്തത്. എന്നാൽ കമ്പനിക്ക് ഇപ്പോഴും കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിന് ഈ 6 വർഷക്കാലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും ഹൈക്കോടതിയുടെ ഇടപെടലാണ് അടിയന്തിരമായി ഉണ്ടാകേണ്ടത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ജഡ്ജുമായ R ജയകൃഷ്ണൻ സാർ ഈ കെട്ടിടം സന്ദർശിക്കുകയും അനുകൂലമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം തുറന്നു നൽകുന്നതിനായി ഏക പ്രതീക്ഷ ഹൈക്കോടതിയിൽ മാത്രമാണുള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.